മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചക്ക വേവിച്ചതും ചിക്കനും കൂടെ കഴിച്ചാലോ? ആദ്യം നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. കണ്ടോ, നല്ല കപ്പ വേവിച്ച് വേണമുണ്ട് ചക്ക വേവിച്ചിട്ട്. കണ്ടോ, ചക്ക ആദ്യം അരിഞ്ഞ് അടുപ്പ് വെച്ച് വേവിക്കുക. പാകത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച്, എന്നിട്ട് പച്ചമുളകും വെളുത്തുള്ളി, കരിയാപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ എല്ലാം കൂടെ ഒതുക്കിയിട്ട് വേവിച്ച് കടുകും വറുത്തെടുക്കുക. എന്നിട്ട് ചിക്കനും അതുപോലെ ഒരു ചെറിയ പരളം പോലെ കറി വയ്ക്കുക. നമുക്ക് കഴിച്ചാലോ? അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ചക്ക വേവിച്ചതും ചിക്കൻ കറി വെച്ചതും കൂടെ. ചിക്കനും ചക്കയും നല്ല നല്ല സൂപ്പർ ചക്ക. കണ്ടോ, അതിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കറിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് മുക്കിയിട്ട് കഴിക്കണം. എന്തെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ? നല്ല ചിക്കനും ചക്കയും. ഉണ്ടോ? ഹായ്, എന്ത് രുചിയാണെന്നറിയാമോ? അത് പോരായെങ്കിൽ നമുക്കൊരു ചെറിയൊരു വേറൊരു കറിയും കൂടെ ഉണ്ടാക്കാം. കാന്താരിയും വെളുത്തുള്ളി, ചെറുനാരങ്ങ, പാകത്തിന് ഉപ്പും കൂടെ കണ്ടോ ചതച്ചെടുക്കുക. ഈ ചക്കയൊക്കെ കഴിക്കുന്ന ചിലർക്ക് ഗ്യാസ് ഉണ്ടാകും. ഗ്യാസ് ഉണ്ടാകാതിരിക്കാനും നല്ല രുചിയാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. ചക്ക വേവിച്ചതും ചിക്കൻ കറി വെച്ചതും, പരളൻ കറി.